ഹായ്, ഞാൻ സ്നേഹ. SL ടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ സ്നേഹിക്കുന്ന പുരുഷൻ, അതായത് നമ്മൾ സ്നേഹിക്കുന്ന വ്യക്തി, അവർ നമ്മളെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് അറിയാനായിട്ട് കുറേ പേർ ആഗ്രഹിക്കാറുണ്ട്. മിക്ക സ്ത്രീകളുടെ മനസ്സിലുള്ള, എനിക്ക് തോന്നുന്നു സ്ത്രീകൾ കുറച്ചുകൂടി ഓവർ തിങ്ക് ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ അവരെപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കേണ്ടാവുക അവർ സ്നേഹിക്കുന്ന വ്യക്തി അവരെ സ്നേഹിക്കുന്നുണ്ടാകുമോ, ശരിക്കും ഇഷ്ടമായിരിക്കുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ അവർക്ക് നിങ്ങളെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ, യഥാർത്ഥത്തിൽ അവരെ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവർ ചെയ്തു തരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. മേ ബി അവർ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ അവർ അറിയാണ്ട് ചെയ്യുന്നതായിരിക്കാം. പക്ഷെ നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ അവരെന്തായാലും ഈ കാര്യങ്ങൾ ചെയ്തിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ വലിയ രീതിയിൽ നീട്ടി വലിക്കണമെന്നില്ല, നമുക്ക് പോയിന്റ്സ് എന്താണെന്നുള്ളത് നോക്കാം. ഒന്നാമതൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എത്ര തിരക്കിലാണെങ്കിലും നിങ്ങളെക്കുറിച്ച് അവർ ഓർക്കും. അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ, ഒരു കോളോ മെസ്സേജോ വരും എന്നുള്ളതാണ്. അപ്പോൾ അവർക്ക് തിരക്കിലാണ് എന്നുള്ളത് ശരിയാണ്. അപ്പോൾ സമയം എന്ന് പറയുമ്പോൾ അവരുണ്ടാക്കുന്നതാണ്. എത്ര തിരക്കിലാണെങ്കിലും സമയം ഉണ്ടാക്കാൻ അവരായിട്ട് ശ്രമിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ ഫുഡ് കഴിക്കുന്നതിൻ്റെ ഇടയിലായിരിക്കും ചിലർ വിളിക്കുന്നുണ്ടാവുക. എന്നിട്ട് നീ കഴിച്ചോ, നീ ഓക്കെ അല്ലെന്ന് ചോദിക്കുന്നുണ്ടാവും. ചിലപ്പോൾ അവർ ഫുഡ് കഴിക്കുന്നതേ ഉച്ച കഴിഞ്ഞ് 3 മണിയൊക്കെ ആവുന്ന സമയത്തായിരിക്കും. അപ്പോൾ എന്നാലും അവർ സമയം ഉണ്ടാക്കി വിളിക്കുന്നുള്ളതാണ്. അപ്പോൾ ആ റിലേഷൻഷിപ്പ് നിലനിർത്താൻ വേണ്ടിയിട്ട് അവർ ട്രൈ ചെയ്യുന്നുണ്ടാവും. അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ആ ഒരു എഫേർട്ട്. അപ്പം അങ്ങനെ അവർ ചെയ്യണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കാൻ, നിങ്ങൾക്ക് അത്രയും പ്രാധാന്യം അവർ തരുന്നുണ്ട് എന്നുള്ളത്. ചിലപ്പോൾ അവർ മറ്റാരെയും വിളിക്കുന്നുണ്ടാവില്ല, അവരുടെ വീട്ടിലാരെയും വിളിച്ചു നോക്കുന്നുണ്ടാവില്ല, ഫ്രണ്ട്സിനെ വിളിക്കുന്നുണ്ടാവില്ല, നിങ്ങളെ മാത്രമായിരിക്കും ആ സമയത്ത് വിളിക്കുന്നുണ്ടാവുക. അത് നിങ്ങൾക്ക് തരുന്നൊരു പ്രയോറിറ്റിയാണ്. എനിക്ക് തോന്നുന്നു നമുക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറയുന്നത് നമ്മളെ സന്തോഷിപ്പിക്കുന്നതും അതേസമയം അവർക്ക് നമ്മൾ ഇഷ്ടമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, അവർ തരുന്ന സമയമാണ്. അതേപോലെ തന്നെ അവരെടുക്കുന്ന എഫേർട്ട്, പ്രയോറിറ്റി, ഇതൊക്കെ അവർ നിങ്ങൾക്ക് തരുന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് അവർ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെന്ന് സംശയത്തിൻ്റെ ആവശ്യമില്ല. നിങ്ങളെ ശരിക്കും ഇഷ്ടപ്പെടുന്ന ഒരാളായിരിക്കും അവർ. ചില ആളുകളുണ്ട്, എത്ര ചുമ്മാതിരുന്ന് കഴിഞ്ഞാലും അവർ വിളിക്കില്ല, സംസാരിക്കില്ല. നമ്മൾ അങ്ങോട്ട് വിളിച്ചു എന്നുണ്ടെങ്കിൽ അപ്പോൾ അവർക്ക് 100 കൂട്ടം തിരക്കുകൾ ഉണ്ടായിരിക്കും. പക്ഷെ യഥാർത്ഥത്തിൽ വെറുതെ ഇരിക്കുകയായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവരെ വെച്ച് നോക്കുകയാണെങ്കിൽ, ഇപ്പം ഇങ്ങനെ നിങ്ങൾ എത്രയും സ്നേഹിക്കുന്ന ഒരാളെ കിട്ടുക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. അപ്പോൾ ഒന്നാമത്തെ കാര്യം അത് തന്നെയാണ്. എത്ര തിരക്കിലാണെങ്കിലും നിങ്ങൾക്ക് വേണ്ടി അവർ സമയം കണ്ടെത്തും. നിങ്ങളെ വിളിക്കുക, മെസ്സേജ് അയക്കുക, നിങ്ങളെക്കുറിച്ച് അന്വേഷിക്കും എന്നുള്ളതാണ്. രണ്ടാമത്തെ ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളെക്കുറിച്ച് അവർ കൂടുതൽ അറിയാൻ ശ്രമിക്കുകയും അതേസമയം കുറേ കാര്യങ്ങൾ അവർ മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കും എന്നുള്ളതാണ്. അതായത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, നിങ്ങൾക്ക് തീരെ ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതേപോലെ നിങ്ങളുടെ ലൈഫിൽ പ്രധാനപ്പെട്ട ദിവസങ്ങൾ എന്തൊക്കെയായിരിക്കും, നിങ്ങളെ കൂടുതൽ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഈ കാര്യങ്ങളൊക്കെ ആൾ മനസ്സിലാക്കാൻ ശ്രമിക്കും. അതേപോലെ ഇപ്പോൾ സ്പെഷ്യലായിട്ടുള്ള ഡേയ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് അവർ സെലിബ്രേറ്റ് ചെയ്യും എന്നുള്ളതാണ്. വലിയ ആഘോഷമൊന്നും ആയിരിക്കില്ല, പക്ഷെ അവരത് ഓർക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരു കുഞ്ഞൊരു ഗിഫ്റ്റോ അല്ലെങ്കിൽ ഒരു വിഷോ ഒക്കെ അവരുടെ ഭാഗത്ത് നിന്ന് വരും. വലിയ വലിയ ഗിഫ്റ്റൊന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ട, പക്ഷെ എന്നാലും അവരത് ഓർത്ത് വെക്കുന്നുണ്ടാവും. അപ്പോൾ അവരത് ഓർക്കുന്നുണ്ടെങ്കിൽ, ഇനിയിപ്പോൾ അഥവാ ഗിഫ്റ്റൊന്നും തരാൻ പറ്റിയിട്ടില്ലെങ്കിൽ കൂടി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആ ദിവസം ഓർത്ത് വെച്ചു എന്നുള്ളത് തന്നെ വലിയൊരു കാര്യമാണെന്നുള്ളതാണ്. അപ്പോൾ അഥവാ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും തരാൻ പറ്റിയിട്ടില്ലെങ്കിലും നിങ്ങൾ പരിഭവമൊന്നും കാണിക്കരുത്. അവർ നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവ് തന്നെയാണ് ആ ഒരു ദിവസം അവർ ഓർക്കുന്നതും നിങ്ങളെ വിഷ് ചെയ്യുന്നതൊക്കെ. അപ്പം അതന്നെ വലിയൊരു കാര്യമാക്കിയിട്ട് കാണാം. അപ്പോൾ എന്തായാലും നിങ്ങളെക്കുറിച്ച് കുറേ കാര്യങ്ങൾ അവർ നിങ്ങളോട് തന്നെ ചോദിച്ച് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ടാവും. അതേസമയം കുറേ കാര്യങ്ങൾ അവർ ഓൾറെഡി അറിഞ്ഞിട്ടുണ്ടാവും, അതായത് മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കും എന്നുള്ളതാണ്. മൂന്നാമത്തെ ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ സന്തോഷത്തിൽ ആത്മാർത്ഥമായ സന്തോഷം അവർക്കുണ്ടായിരിക്കും എന്നുള്ളതാണ്. നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ നേടുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലുമൊക്കെ വിജയങ്ങൾ നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് അതിൽ അത്രയും സന്തോഷം ഉണ്ടെങ്കിൽ നിങ്ങളെപ്പോലെ തന്നെ അവരും ഹാപ്പി ആയിരിക്കും. അപ്പോൾ അവർ വിചാരിക്കുന്നുണ്ടാവാം, യെസ്, അവൾ വിചാരിക്കുന്ന കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും എന്നുള്ളതാണ്. നിങ്ങളുടെ ഫേസിലുള്ള ആ ഒരു പുഞ്ചിരി കാണാൻ, അല്ലെങ്കിൽ നിങ്ങളുടെ സന്തോഷം കാണാൻ വേണ്ടിയിട്ട് ആത്മാർത്ഥമായി ഒരു ആഗ്രഹിക്കുന്നുണ്ടാവും. അതേപോലെ അവർക്ക് പറ്റുന്ന കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ അവർ നിങ്ങളുടെ സന്തോഷത്തിന് വാല്യൂ തരുന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ അത്രയും ഇഷ്ടമുള്ളത് കൊണ്ടാണെന്നുള്ളത് മനസ്സിലാക്കുക. നാലാമത്തെ ഒരു കാര്യം, നിങ്ങൾ സേഫ് ആണോ എന്നുള്ള കാര്യം അവരെപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കും. അതേപോലെ നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, ഓക്കെ ആണോ, ഈ ഒരു കാര്യം ചോദിക്കുന്നുള്ളതാണ്. നിങ്ങളിപ്പോൾ ഒന്ന് പുറത്ത് പോയി എന്നുണ്ടെങ്കിൽ നിങ്ങളത് ചോദിക്കുന്നുണ്ടാവും, വീട്ടിലെത്തിയോ, കുഴപ്പമില്ലല്ലോ, നീ ഓക്കെ അല്ലേ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആൾ ചോദിക്കും. ഇതൊരിക്കലും നിയന്ത്രിക്കലായിട്ട് നിങ്ങൾ കാണരുത്, ഇത് കരുതലാണ്. അങ്ങനെ വേണം നിങ്ങൾ അതിനെടുക്കാനായിട്ട്. അതല്ലാതെ നിങ്ങൾ എന്ത് ചെയ്യുമ്പോഴും തടസ്സം പറയുക, അത് ചെയ്യരുത്, അങ്ങോട്ട് പോരുത്, ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിൽ യെസ്, അത് ഒരുതരം നിയന്ത്രണമാണ്. പക്ഷെ അങ്ങനെ അല്ലാണ്ട് ഇപ്പോൾ നിങ്ങൾ സേഫ് ആണോ എന്ന് നോക്കുക,
നിങ്ങൾ ഓക്കെ ആണോ നോക്കുക, നിങ്ങൾക്ക് വിഷമമുണ്ടോ എന്നുള്ളത് അന്വേഷിക്കുക. അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് സ്നേഹവും കരുതലുമാണ്. അങ്ങനെ വേണം നിങ്ങളത് കാണാനായിട്ട്. സോ ഈ ഒരു പെരുമാറ്റവും അവരിൽ കാണാനായിട്ട് പറ്റും എന്നുള്ളതാണ്. ഏറ്റവും ലാസ്റ്റത്തെ പോയിന്റ് എന്ന് പറയുന്നത് അവരുടെ വാക്കുകളിൽ മാത്രമല്ല പ്രവൃത്തിയിലും സ്നേഹം കാണാൻ പറ്റും എന്നുള്ളതാണ്. പക്ഷേ ഇതിലൊരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാ പുരുഷന്മാരും സ്നേഹം പ്രകടിപ്പിക്കുന്ന ആളുകളല്ല. ചില ആളുകൾ വാക്കുകളിലൂടെ സ്നേഹം പ്രകടിപ്പിക്കാൻ മടി കാണിക്കുന്നവരുണ്ട്, ചിലർക്ക് പ്രവൃത്തികളിൽ അത് കാണിക്കാനും മടിയാണ്. അതായത് ഒരു റിജക്ഷൻ ഭയമുള്ള ആളുകളാണ് പൊതുവെ പുരുഷന്മാർ. അതുകൊണ്ട് തന്നെ അവരുടെ സ്നേഹപ്രകടനം പല രീതിയിലായിരിക്കും, നമ്മളത് മനസ്സിലാക്കണം എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ എന്നാലും അവരുടെ പ്രവൃത്തിയിൽ ചെറിയ രീതിയിലൊക്കെ നമുക്ക് ആ ഇഷ്ടം മനസ്സിലാക്കാൻ പറ്റും. അപ്പം വാക്കുകളിലൂടെ നിങ്ങളോട് ബഹുമാനവും കാണിക്കും. ആ ഒരു റെസ്പെക്ട് എന്ന് പറയുന്നത് പ്രവൃത്തിയിലും കാണാൻ പറ്റും കേട്ടോ. ഒരു റെസ്പെക്ട് എപ്പോഴും അവരുടെ പെരുമാറ്റത്തിലുണ്ടായിരിക്കും. അതേപോലെ തന്നെയാണ് ഇപ്പോൾ എന്ത് കാര്യമാണെന്നുണ്ടെങ്കിലും, ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള തീരുമാനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിനൊക്കെ ആള് വാല്യൂ നൽകുന്നുണ്ടായിരിക്കും. നിങ്ങളുടെ ഫീലിങ്സിനെ ആൾ മനസ്സിലാക്കാൻ ശ്രമിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ കൂടെ നിൽക്കും, ഓടിപ്പോവില്ല. നിങ്ങൾക്ക് എപ്പോഴും തണലായിട്ട് ഒരു സപ്പോർട്ടായിട്ട് ആൾ കൂടെ നിൽക്കും എന്നുള്ളതാണ്. അങ്ങനെ എപ്പോഴും അവരുടെ പ്രവൃത്തിയിൽ കൂടി ആ ഒരു സ്നേഹം കാണിക്കാൻ വേണ്ടി അവർ ശ്രമിക്കും. നിങ്ങൾക്കൊരു ക്ഷീണം വന്നു കഴിഞ്ഞാൽ, എന്തെങ്കിലുമൊക്കെ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതിൽ ഇപ്പം നിങ്ങളെക്കുറിച്ച് അന്വേഷിക്കുകയും അതിന് പറ്റുന്ന രീതിയിലൊക്കെ അവരെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ അവർ നോക്കും എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിൽ സ്നേഹം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, അനുഭവിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതും ഒരു തരത്തിൽ ഭാഗ്യമാണ്. അതേസമയം അവർക്ക് നിങ്ങളോടുള്ള സ്നേഹത്തിന്റെ തെളിവാണ്, ഇഷ്ടമാണ് എന്നുള്ളതിന്റെ ഒരു സൈൻ തന്നെയാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നോക്കിക്കൊണ്ട് നമുക്കറിയാൻ പറ്റും നമ്മളെ സ്നേഹിക്കുന്ന ആ ഒരു പുരുഷൻ നമ്മളെ സ്നേഹിക്കുന്നുണ്ടോ, ശരിക്കും ഇഷ്ടമാണോ എന്നുള്ളത്. ഒട്ടുമിക്ക സ്ത്രീകളും എപ്പോഴും ആലോചിക്കുന്ന കാര്യങ്ങളിൽ ഒന്നാണ് നമ്മുടെ പാർട്ട്ണർ അല്ല നമ്മൾ സ്നേഹിക്കുന്ന ആൾക്ക് നമ്മൾ ഇഷ്ടമായിരിക്കുമോ എന്നുള്ളത്. അവരെന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും ചില സ്ത്രീകൾക്ക് ഒരു സമാധാനം ഉണ്ടാവില്ല, അല്ലെങ്കിൽ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ല എന്നുള്ളതാണ്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കാൻ, നമ്മൾ വിചാരിക്കുന്ന അതേപോലെ ആവണം എന്നില്ല. നമ്മൾ സ്നേഹിക്കുന്ന ആൾ, അവർക്ക് അവരുടേതായിട്ടുള്ള സ്വഭാവങ്ങൾ ഉണ്ടായിരിക്കും, അതേപോലെ അത് ആ രീതിയിലുള്ള പെരുമാറ്റങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ അവർ നമ്മൾ വിചാരിക്കുന്ന അതേ രീതിയിൽ നമ്മളോട് പെരുമാറണം എന്നില്ല, വ്യത്യാസം ഉണ്ടാവാം. പക്ഷേ അതിലും അവരുടെ ശരിയും അവരുടെ ഭാഗത്തുള്ള സ്നേഹവും മനസ്സിലാക്കേണ്ടത് നമ്മളാണ്. നമ്മൾ അവരെ മനസ്സിലാക്കിയെന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മളോടുള്ള സ്നേഹവും നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. അപ്പോൾ അതിനെ നിങ്ങളാണ് ശ്രമിക്കേണ്ടത്. വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ പോകട്ടെ. ഇപ്പൊ ചെറിയ സംശയത്തിന്റെ ആവശ്യം പോലും ഇല്ല. അവർക്ക് നിങ്ങളെ ഇഷ്ടമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ വീണ്ടും ഓരോ കാര്യങ്ങൾ മനസ്സിലിങ്ങനെ വെച്ച് ഓവർ തിങ്ക് ചെയ്ത് പ്രശ്നങ്ങളൊന്നും നിങ്ങളായിട്ട് ഉണ്ടാക്കരുത്. ഇപ്പൊ ഇത്രയും പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ സ്നേഹിക്കുന്ന ആളുടെ പെരുമാറ്റത്തിലുണ്ടെങ്കിൽ നിങ്ങൾ ഭയങ്കര ലക്കിയാണ്. അപ്പൊ അവരെ നിങ്ങൾ തിരിച്ചും സ്നേഹിക്കാൻ ശ്രമിക്കുക, കൂടെ തന്നെ കൂട്ടുക, ഒരിക്കലും പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതിരിക്കുക. അപ്പൊ എന്തായാലും ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് ഞാൻ നിർത്തുകയാണ്. അതിന് മുമ്പ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പ്രോബ്ലംസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് കുറേ പേരുടെ ലൈഫ് ഇങ്ങനെ ആയിരിക്കില്ല, അവരുടെ പാർട്ട്ണർ അവരുടെ അടുത്ത് ഇങ്ങനെ പെരുമാറുന്നുണ്ടാവില്ല. അപ്പോൾ അവർക്ക് നിങ്ങളെ ഇഷ്ടമല്ലാന്ന് തോന്നുകയാണെങ്കിൽ, ആ റിലേഷൻഷിപ്പിൽ പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്, സൊല്യൂഷൻസ് വേണമെന്ന് തോന്നുന്ന ആളുകൾക്കൊക്കെ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുന്നു. മറ്റൊരു വീഡിയോയിൽ നമുക്ക് കാണാം. താങ്ക് യു.